ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് ആര് തന്നാനാ? അമ്മ ചോറും കറിയൊക്കെ അതാ ടേബിളിൽ ഇടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇറങ്ങാം, സതീശേട്ടൻ വരുമ്പോഴേക്കൊക്കെ അങ്ങോട്ട് എത്തണം. ആ ഏട്ടൻ വന്നോ? അല്ല ഏട്ടനത് എന്ത് ഭാവിച്ചിട്ടാ? വയസ്സ് എത്രയെന്നാ വിചാരം? 33. ഇനിയും വൈകിയ എവിടുന്നാ പെണ്ണ് കിട്ടുക? കല്യാണപ്രായം ആയവർക്ക് ഇവിടെ പെണ്ണിട്ടുന്നില്ല, അപ്പോഴാ 33 കഴിഞ്ഞ ഏട്ടന്. അല്ല ഇനി എത്ര അലഞ്ഞാലാ ഒരു നല്ല വീട്ടിൽ നിന്ന് പെണ്ണിനെ കിട്ടുക? ഇനി കിട്ടിയനെ കെട്ടേണ്ട ഗതിയാവും. എന്തായാലും വേണ്ടില്ല. അമ്മയ്ക്ക് കാലുവേദന നടുവേദന എന്ന് പറഞ്ഞിട്ട് ഇനി എന്നെ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ട. അതൊന്നും സതീശേട്ടന് ഇഷ്ടമല്ല. ഇതന്നെ ഇപ്പൊ സതീശേട്ടൻ അറിയാണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ സതീശേട്ടൻ വരണല്ലേ? നീ പോവാൻ നോക്ക്. ഒന്നേ അകത്ത് കിടക്കണതേ എന്റെ പെറ്റമ്മയാണ്. അതിനിടക്കൊന്നും വയ്യാതാകുമ്പോഴേ ഒന്ന് തിരിഞ്ഞു നോക്കിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അതിന് നാണക്കേടും വിചാരിക്കണ്ട. കേട്ടില്ലേ എന്റെ പൊന്നാര അനിയത്തി പറഞ്ഞത്? അമ്മക്ക് ഓർമ്മല്ലേ ഇവളുടെ കല്യാണത്തിന്റെ സമയത്ത് 50 പവൻ കിട്ടാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങൂലെന്ന് പറഞ്ഞോളാം. നല്ലൊരു ബന്ധമല്ലേ ഒരു അനിയത്തിയല്ലേ ഉള്ളൂ. നല്ലോടത്ത് പോയി കയറട്ടെ നിങ്ങളൊക്കെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഈ പോരാട്ടത്തിന്റെ ആധാരം കൊണ്ടേ പണയം വെച്ച്. ആ കടം തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടിരിക്കുക. പോരാത്തതിന് അവള് ചടങ്ങ് എന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ പലതും. ഇതൊക്കെ ചെലവെന്നല്ല അമ്മേ. കടത്തിയമ്മ കടം കയറി നിൽക്കാൻ ഞാൻ. ഇതിനിടക്കൊരു കല്യാണം കഴിച്ച് ആ പെൺകുട്ടിയുടെ ജീവിതത്തിന് ഞാനായിട്ട് നശിപ്പിക്കണേ. കടം വീട്ടി എൻ്റെ ജീവിതം കൊടുക്കട്ടെ. എടുത്താൽ പൊന്താത്ത ഭാരം തലയിലേറ്റിക്കണം. എല്ലാവർക്കും എൻ്റെ ജീവിതത്തിൽ പാടാവട്ടെ.